ഇന്ന് നിങ്ങൾ ഗേൾസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഇത് നമ്മുടെ കെയർ ആൻഡ് സേഫിൻ്റെ യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡാണ്. ഇത് 9 ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. അതുമാത്രമല്ല 100% ഇത് കോട്ടൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ 350 mm വരെ അബ്സോർവേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ പാഡ്സിന് ഒരു 20-50 വരെയൊക്കെ വരുന്നുള്ളൂ. ഇത് 350 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇതൊരു 3 കളറിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ബ്ലൂ കളറ് നല്ല ബ്ലീഡിങ് ഉള്ള ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ പിങ്ക് ഒരു മീഡിയം ബ്ലീഡിങ് ടൈമിലും വൈറ്റ് നോർമൽ ബ്ലീഡിങ് ടൈമിലും. അപ്പോൾ ഒരു ഡെയിലി ഇത് ഒന്ന് യൂസ് ചെയ്താൽ മതിയെന്നേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ 9 ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷനാണ് ഈ ഒരു പാഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഒരു പാഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ. ഈ ഒരു പാഡ് യൂസ് ചെയ്യുമ്പോൾ നോർമലി ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് കൂളിംഗ് എഫക്റ്റും അല്ലാത്തവർക്ക് അവിടെ ഒരു നീറലും പുകച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂട്രസ് സംബന്ധമായ എന്തോ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഇനി ഈ ഒരു പാഡിൽ കാഫിൻ മെറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ അലോവേറയാണ് നമുക്ക് കൂളിംഗ് എഫക്റ്റ് തരുന്നത്. അനിയോൺ ചിപ്പ് നമ്മുടെ PCOD എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടും PCOD വരാതെ നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഗർഭാശയ മുഴകളോ ഗർഭാശയ ക്യാൻസർ ഇതൊന്നും വരാതെ ഈ ഒരു പാഡ് നമ്മുടെ യൂട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെയാണിത് 100% യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ലേഡീസ് എല്ലാവരും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാഡ് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പാഡ് നമ്മൾ മേടിക്കാനുണ്ടെങ്കിൽ ഇനി 5 മാസത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 5 മാസത്തേക്കുള്ള ഒരു പാഡാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി കേട്ടോ.